രാഹുൽ സദാശിവന്റെ സിനിമകൾ എപ്പോഴും വെറുമൊരു ജംപ് സ്കെയർ ഹൊററിനപ്പുറം പ്രേക്ഷകനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സിനിമകളാണ്. കഥ നടക്കുന്ന പശ്ചാത്തലം, മിത്തുകളുടെ പേടിപ്പെടുത്തുന്ന പുനരാഖ്യാനം തുടങ്ങി പല ഘടകങ്ങൾ ഉപയോഗിച്ചാണ് രാഹുൽ പ്രേക്ഷകരിൽ ഭയം ജനിപ്പിക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവന്നു. പൃഥ്വിരാജും മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ഒടിയൻ ദി ഏജ് ഓഫ് ഇല്യൂഷന്റെ ആദ്യ പോസ്റ്ററാണ് പുറത്തുവന്നത്. ആ പോസ്റ്റർ വെറുമൊരു പബ്ലിസിറ്റി ഡിസൈൻ മാത്രമല്ലെന്ന് വ്യക്തമാണ്. ഒറ്റനോട്ടത്തിൽ നമ്മൾ കാണാതെ പോകുന്ന, എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നടുക്കമുണ്ടാക്കുന്ന ചില ആഭിചാരക്രിയകളുടെ സൂചനകളും നാടോടി കഥകളും ഈ ഡിസൈനിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒടിയൻ ദി ഏജ് ഓഫ് ഇല്യൂഷൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. പോസ്റ്ററിലേക്ക് നോക്കുമ്പോൾ ആദ്യം കണ്ണിലുടക്കുക പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന അതീവ സങ്കീർണമായ കൊത്തുപണകളോടുകൂടിയ വലിയൊരു അണ്ഡാകൃതിയിലുള്ള കണ്ണാടിയാണ്. ഈ സിനിമയുടെ ലോകത്ത് ഈ കണ്ണാടി യാഥാർത്ഥ്യത്തിനും മിഥ്യയ്ക്കും ഇടയിലുള്ള ഒരു വാതിലായിട്ടായിരിക്കാം പ്രവർത്തിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് ആ ഫ്രെയിമിലെ കൊത്തുപണികളിലാണ്. സൂക്ഷ്മമായി നോക്കിയാൽ സാധാരണ ഡിസൈനുകൾക്ക് പകരം അസുരന്മാരുടെ ഭീകരമായ മുഖങ്ങളും തലയോട്ടികളും അതിൽ തെളിയുന്നത് കാണാം. പരിചിതമല്ലാത്ത രൂപങ്ങളിൽ മുഖങ്ങൾ ദർശിക്കാൻ മനുഷ്യന്റെ മനസ്സ് കാണിക്കുന്ന പാരിഡോളിയ എന്ന പ്രതിഭാസത്തെ ഡിസൈനർമാർ ഇവിടെ ബോധപൂർവം ഉപയോഗിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കണ്ണാടിയൊന്ന് തിരിച്ചു പിടിച്ചാൽ ഒരു കണ്ണിന്റെ ആകൃതിയിലേക്ക് മാറുന്നത് കാണാം. തിരിച്ചു പിടിച്ചു നോക്കുമ്പോൾ അതിനുള്ളിലെ രൂപം ഒരു കൃഷ്ണമണിയായി മാറുന്നുണ്ട്. ഒടിവിദ്യയിൽ കണ്ണുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരാളെ ഒടിവയ്ക്കാൻ, അതായത് വകവരുത്താൻ മുതിരുമ്പോൾ ഒടിയൻ ആദ്യം ചെയ്യുന്നത് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ഈ നോട്ടത്തിലൂടെ ഇരയുടെ ബോധം മറയ്ക്കാനും അഥവാ ഹിപ്നോട്ടൈസ് ചെയ്യാനും അവരെ തങ്ങൾ പറയുന്നിടത്തേക്ക് നടത്തിക്കാനും ഒടിയന് സാധിക്കുമെന്നാണ് മിത്തുകൾ പറയുന്നത്. കണ്ണിനും ഒടിവിദ്യയ്ക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടുതന്നെയാണ് പോസ്റ്റർ ഡിസൈനിൽ കണ്ണിന് ഇത്രയധികം പ്രാധാന്യമുള്ളത്. ഇനി മുന്നോട്ട് പറയുന്നതിന് മുമ്പ് ഒടിയൻ എന്ന മിത്തിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ ആ മിത്തിനെക്കുറിച്ച് അറിയാത്ത പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാകുകയുള്ളൂ. കേരളത്തിന്റെ നാടോടി ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും നിഗൂഢവുമായ ഒരു അധ്യായമാണ് ഒടിയൻ എന്ന മിത്ത്. വള്ളുവനാട്ടിലും മലബാറിലുമൊക്കെ ഒരു കാലത്ത് സാധാരണ മനുഷ്യരുടെ പേടി സ്വപ്നമായിരുന്നു ഈ വിശ്വാസം അല്ലെങ്കിൽ മിത്ത്. ഇരുട്ടിന്റെ മറവിൽ മൃഗങ്ങളുടെ രൂപം പൂണ്ട് ആളുകളെ വകവരുത്താൻ ഒടിയന്മാർ എത്തുമെന്നാണ് വിശ്വാസം. കേവലമൊരു അന്ധവിശ്വാസം എന്നതിനപ്പുറം അന്നത്തെ കേരളത്തിന്റെ കലുഷിതമായ സാമൂഹിക പശ്ചാത്തലവുമായും ജാതിവ്യവസ്ഥയുമായും ഈ മിത്തിന് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. 18-19 നൂറ്റാണ്ടുകളിലെ ക്രൂരമായ ജാതിവ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്താണ് ഒടിയന്മാർ സജീവമായിരുന്നത്. ഉയർന്ന ജാതിക്കാർ തങ്ങളുടെ വ്യക്തിപരമായ ശത്രുത തീർക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും പറയൻ, പുലയൻ തുടങ്ങിയ പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ളവരെ വാടക കൊലയാളികളായി ഉപയോഗിച്ചിരുന്നു. അതേസമയം തന്നെ സവർണരുടെ ചൂഷണങ്ങൾക്കെതിരെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ തങ്ങളുടെ സംരക്ഷണത്തിനായി പ്രയോഗിച്ച ഒരു പ്രതിരോധ മാർഗമായും ഒടിവിദ്യയെ ചരിത്രകാരന്മാർ കാണുന്നുണ്ട്. ഉയർന്ന ജാതിക്കാരുടെ മനസ്സിൽ ഭയം ജനിപ്പിച്ച് അവരെ അടറ്റി നിർത്താൻ ഈ മിത്ത് സഹായിച്ചിരുന്നു. ഒടിവിദ്യയുടെ ഏറ്റവും ക്രൂരവും അസ്വാഭാവികവുമായ ഒരു വശമാണ് പിള്ളത്തൈലം എന്ന മരുന്ന്. ആദ്യമായി ഗർഭം ധരിച്ച സ്ത്രീയെ മന്ത്രവാദത്തിലൂടെ മയക്കിവരുത്തി ഭ്രൂണം പുറത്തെടുത്ത് നിർമ്മിക്കുന്നതാണ് ഈ തൈലം എന്നാണ് വിശ്വാസം. ഇത് ചെവിക്ക് പിന്നിൽ തേച്ചാൽ ഒടിയന് 3 കാലുള്ള കാളയോ വിചിത്ര രൂപമുള്ള നായയോ ഒക്കെ മാറാൻ കഴിയുമത്രേ. ഇനി നമുക്ക് രാഹുൽ സദാശിവന്റെ ഒടിയനിലേക്ക് വരാം. പോസ്റ്ററിലെ കണ്ണാടിയുടെ ഉള്ളിലെ കനത്ത ഇരുട്ടിലാണ് ഏറ്റവും ഭീതിജനകമായ രൂപമുള്ളത്. ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നതുപോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു അസ്ഥികൂടമാണത്. എന്നാൽ സാധാരണ മനുഷ്യന്റേത് നിന്ന് വ്യത്യസ്തമാണ് അതിന്റെ തല. ആ രൂപത്തിന് 2 കൊമ്പുകളുണ്ട്. മുകളിൽ പറഞ്ഞ പിള്ളത്തൈലം അല്ലെങ്കിൽ ഒടിമരുന്ന് എന്നെല്ലാം വിളിക്കുന്ന ആ സംഗതിയിലേക്കാണ് ഈ രൂപം വിരൽ ചൂണ്ടുന്നത്. ഒടിയന്മാർക്ക് രൂപം മാറാനുള്ള അമാനുഷിക ശക്തി നൽകുന്ന ഈ മരുന്ന് നിർമ്മിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകളിൽ നിന്നും ഭ്രൂണത്തെ ക്രൂരമായി പുറത്തെടുത്താണെന്നാണ് മിത്തുകൾ പറയുന്നത്. ആ ഭീകരതയെയാണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ അസ്ഥികൂടം സൂചിപ്പിക്കുന്നത്. കൂടാതെ മനുഷ്യന്റെ അസ്ഥികൂടത്തിന് മൃഗത്തിനേതുപോലുള്ള കൊമ്പുകൾ നൽകിയതിലൂടെ മനുഷ്യൻ മൃഗമായി മാറുന്ന പ്രക്രിയയെ വളരെ കൃത്യമായി ഇവിടെ വരച്ചുകാട്ടുന്നുണ്ട്. ഇതിനു പുറമെ ഒടിയൻ എന്ന മലയാളം ടൈറ്റിൽ വെറുമൊരു ഫോണ്ടല്ല, മറിച്ച് കഥ പറയുന്ന ചിഹ്നങ്ങളാണ്. ആദ്യത്തെ ഒ എന്ന അക്ഷരത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ വ്യക്തമായി തുറിച്ചു നോക്കുന്ന ഒരു കണ്ണ് കാണാം.
കനത്ത ഇരുട്ടിലും ഇരയെ വേട്ടയാടാൻ സഹായിക്കുന്ന ഒടിയന്റെ അമാനുഷികമായ കാഴ്ചശക്തിയെയാണ് ഇത് കാണിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ കണ്ണിനും ഒടിവിദ്യയ്ക്കും അഭേദ്യമായ ബന്ധമുണ്ട്. അവസാനത്തെ എന്ന അക്ഷരത്തിന്റെ മുകൾ ഭാഗം ഒരു മൃഗത്തിന്റെ വാലോ കൊമ്പോ പോലെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ്. മനുഷ്യനിൽ നിന്ന് മൃഗത്തിലേക്കുള്ള മാറ്റം ആ പേരവസാനിക്കുമ്പോഴേക്കും പൂർണ്ണമാകുന്നു എന്നതിന്റെ സൂചനയാണിത്. പോസ്റ്ററിലെ കളർ ടോൺ നോക്കിയാൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഒരുതരം ചെളിയുടെയോ വെങ്കലത്തിന്റെയോ നിറം ഒടിയന്മാരുടെ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന പാലക്കാടൻ മൺപാഠങ്ങളെയും അവിടുത്തെ കാർഷിക സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നതാണ്. അതിനു ചുറ്റുമുള്ള കനത്ത കറുപ്പ് നിറം വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള പഴയകാലത്തെ കേരളത്തിലെ ഭയാനകമായ രാത്രികാല ഇരുട്ടിനെയാണ് നമ്മൾ മുന്നിൽ കൊണ്ടുവരുന്നത്. മണ്ണും ഇരുട്ടും തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് ഈ നിറങ്ങൾ വ്യക്തമാക്കുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ ടാഗ്ലൈൻ തന്നെയാണ്, ദി ഏജ് ഓഫ് ഇല്യൂഷൻ, അതായത് ഭ്രമങ്ങളുടെ കാലം. റിയാലിറ്റി ഏതാണ്, ഭാവന ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലം. ഭൂതകാലം, ഭ്രമയുഗം, DS ഇറെ എന്നിവ ചിത്രങ്ങളിലൂടെ സൈക്കോളജിക്കൽ ഹൊററിന്റെ പുതിയ തലം കാണിച്ചു തന്ന ദവിത്രകാരനാണ് രാഹുൽ സദാശിവൻ. അതുകൊണ്ടുതന്നെ ഈ സിനിമയിലൂടെ അദ്ദേഹം ചോദിക്കാൻ പോകുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഒടിയന്മാർ ശരിക്കും മൃഗങ്ങളായി മാറിയിരുന്നോ? അതോ കനത്ത ഇരുട്ടിലെ മറവിലൂടെ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ ആരോ ഉണ്ടാക്കിയ വെറുമൊരു തോന്നൽ അല്ലെങ്കിൽ ഭ്രമം മാത്രമായിരുന്നോ? മിത്തും ഹ്യൂമൻ സൈക്കോളജിയും തമ്മിലുള്ള വമ്പനൊരു പോരാട്ടമായിരിക്കും ഈ ചിത്രം എന്ന് ടാഗ് ലൈൻ ഉറപ്പു നൽകുന്നു. എന്താണ് ഒടിയന്റെ പുതിയ പോസ്റ്ററിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയ ഡീറ്റെയിലിംഗ്? കമന്റിൽ പങ്കുവയ്ക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടുനോക്കുക. സിനിമയുടെ ഐഡിയോളജി, അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.